ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മുടെ സ്പോട്ട് അഡ്മിഷനൊക്കെ 29, 30 തീയതികളിലൊക്കെ ആയിട്ട് നടക്കുവാണല്ലേ. ഗവൺമെൻറ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും മറ്റു പല ഗവൺമെൻറ് കൺട്രോളിലും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ പങ്കെടുക്കുന്നതിന് കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പറയാം കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും പല വീഡിയോസിലായിട്ട് പറഞ്ഞതാണ്. പക്ഷേ കമൻറ്റ് കണ്ടപ്പോൾ അതിന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടൊന്ന് കംഫർട്ടാക്കി വെക്കണം. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ, നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഏത് കോളേജിലാണെങ്കിലും നിങ്ങൾക്ക് വളരെ മാന്യമായിട്ട് അവിടുത്തെ സാർമാർ തരും. അതുകൊണ്ട് നിങ്ങൾക്കതിൽ ഒരു ടെൻഷനൊന്നും വേണ്ട. പിന്നെ ആദ്യമേ പറയട്ടെ, നിങ്ങൾ കുറച്ച് പേര് ഇനി കിട്ടുമോ ഇല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് പോവാതിരിക്കരുത്. നിങ്ങളൊന്ന് ചെന്ന് നോക്കുക. പല കോളേജസിലൊക്കെ ഇങ്ങനെ സമയം ഒരിതൊക്കെയാണല്ലോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ റാങ്ക് കുറച്ച് പുറകിലാണ്, അടുത്തായിട്ട് പോലും കിട്ടില്ല എന്ന് വെച്ചിട്ട് പോവാതിരിക്കരുത്. അടുത്തൊക്കെ തന്നെയാണെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് പോയി നോക്കുക. ദൂരെ ആണെങ്കിലും നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിലും നിങ്ങൾ ചെന്ന് നോക്കുക കേട്ടോ. നിങ്ങൾക്കൊരു അഡ്മിഷൻ്റെ കാര്യമല്ലേ, വെറുതെ നിങ്ങൾ മടി പിടിച്ച് കളയണ്ട കേട്ടോ. പിന്നെ കുറേ പേര് ഈ ഒരു റാങ്കിൽ അവിടെ കിട്ടുമോ എന്നുള്ളത് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് എനിക്കൊന്നും പറയാൻ അറിയില്ല കേട്ടോ. നമ്മളിപ്പോൾ എത്ര പേര് വരും, എങ്ങനെ അറ്റൻഡ് ചെയ്യും എന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. പിന്നെ നമ്മളുടെ ഈ ഒരു മോപ്പപ്പ് റൗണ്ടിന് ശേഷം സിയുടെ വെബ്സൈറ്റിൽ ലാസ്റ്റ് റാങ്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ കുറേ പേര് ചോദിച്ചു കണ്ടു എത്രയാണ് ലാസ്റ്റ് റാങ്ക് വന്നേക്കുന്നതെന്ന് ചോദിച്ചു കണ്ടു. അത് നിങ്ങൾക്ക് ആ ഒരു സിയുടെ വെബ്സൈറ്റിൽ ലാസ്റ്റ് റാങ്ക് ആഫ്റ്റർ മോപ്പപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അതുപോലെ തന്നെ വേക്കൻറ്റ് സീറ്റുകളും സിയുടെ വെബ്സൈറ്റിൽ ഇവിടെ ഈ ഒരു ഇതിൽ കാണിക്കുന്നുണ്ട്. വേക്കൻസി എന്ന് പറഞ്ഞിട്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എവിടെയാണ് വേക്കൻസി സീറ്റുകൾ ഉള്ളതെന്നും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്പോട്ട് അഡ്മിഷനെ പറ്റിയിട്ട് കുറച്ച് കോമൺ ആയിട്ട് എല്ലാവരും സർട്ടിഫിക്കറ്റ് ഏതാ വേണ്ടത്, കുറച്ച് കോമൺ ആയിട്ട് കാര്യങ്ങൾ ഞാൻ കമൻസിൽ കണ്ടു, കുറേ കമൻസ് കണ്ടു. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അടുത്തൊന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുണ്ടെങ്കിൽ അതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, സ്പോട്ട് അലോട്ട്മെൻറ്റിൽ 10K അടക്കാത്തവർക്ക് പറ്റുമോ, അല്ലെങ്കിൽ അഡ്മിഷൻ വന്നിട്ട് എടുക്കാത്തവർക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കണ്ടു. ഞാൻ പറയട്ടെ, സ്പോട്ട് അഡ്മിഷനിൽ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് ഇനിയും പറയാം. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ല, 10K അടച്ചില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ മോപ്പപ്പിൽ നിങ്ങൾക്ക് ചാൻസ് മിസ്സായില്ല, പിന്നെ സ്പോട്ടിൽ മിസ്സാവില്ല അല്ലോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി അഡ്മിഷൻ അഡ്മിഷൻ അലോട്ട്മെൻറ്റ് വന്നവരാണ്, എന്നിട്ട് അഡ്മിഷൻ എടുത്തില്ല എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളവർക്ക് എളുപ്പമല്ലേ, നിങ്ങളുടെ കയ്യിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ പ്രശ്നം വരുന്നില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് അഡ്മിഷൻ എടുക്കാത്തവർക്കും സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട് തന്നെയാണ് അവിടെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നത് കേട്ടോ. ഇനി ഒന്നാമത്തെ കാര്യം, നിങ്ങൾ സ്പോട്ട് അഡ്മിഷനിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ചെല്ലാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയത്ത് ചെന്ന ശേഷം അവിടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ചിലപ്പോൾ നിങ്ങൾ മേ ബി നേരത്തെയാണ് ചെയ്യുന്നേക്കണമെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഒരു 9 മണി മുതൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും, വേണമെങ്കിൽ 9:30 മുതലെന്ന് പറയാം. അപ്പോൾ 9 മണി മുതൽ നിന്നാണ് അത് അനൗൺസ് ചെയ്തേക്കുന്ന സമയം. 9 മണി മുതൽ 11 മണി 10:30, ചിലവിടത്ത് 10:30 എന്ന് പറയുന്നുണ്ട്. മേ ബി ഒരു കോമൺ ആയിട്ട് പറഞ്ഞേക്കുന്ന സി തന്നെ പറഞ്ഞേക്കുന്ന സമയം 11 മണി വരെയൊക്കെയാണ്. അപ്പോൾ 9 മുതൽ 11 മണി വരെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ടൈമാണ്. അപ്പോൾ നിങ്ങൾ അവിടെ വെറുതെ ചെന്ന് അവിടെ ഇരിക്കരുത്. രജിസ്ട്രേഷൻ ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക. മിക്കവാറും ഏതൊക്കെ ബ്രാഞ്ച് പരിഗണനയിൽ നമുക്ക് പരിഗണിക്കുന്നുണ്ട്, നമുക്ക് ഏതൊക്കെ ബ്രാഞ്ചസ് വേണം എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ബ്രാഞ്ചസ് അവിടെ നമ്മൾ ആ ഒരു ഇതിൽ രജിസ്റ്റർ ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മളെല്ലാവരും ഈ 11 മണി വരെ സമയം തന്നിട്ടുണ്ടല്ലോ. 11 മണിക്ക് ശേഷം നമുക്ക് രജിസ്ട്രേഷൻ സാധിക്കില്ല. അപ്പോൾ ഈ 11 മണിക്ക് രജിസ്റ്റർ ചെയ്തവരുടെ ലിസ്റ്റൊക്കെ നോക്കിയതിന് ശേഷം കോളേജ് അതോറിറ്റീസ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവരുടെ ഒരു നോട്ടീസ് ബോർഡിൽ അത് പബ്ലിഷ് ചെയ്യും. സ്റ്റാർട്ടിംഗ് റാങ്ക് എത്രയാണെന്ന് തുടങ്ങിയിട്ട് ഏതൊക്കെ ഇതാണ് എന്ന് വന്നുള്ള ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. എന്നിട്ട് അതിന് ശേഷമാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ തുടങ്ങുക. അപ്പോൾ ഇപ്പോൾ ഒരു ഹോളിലാണെങ്കിൽ അവിടെ ഏറ്റവും മുകളിലായിട്ടുള്ള ഭാഗത്ത് കോളേജിലെ അതോറിറ്റീസുമാരുണ്ടാവും. അവരവിടെ നിന്ന് ഓരോ റാങ്ക്, അതായത് സ്പോട്ട് അഡ്മിഷനിൽ ആദ്യം രജിസ്റ്റർ ചെയ്തേക്കുന്ന റാങ്ക് തുടങ്ങി വിളിക്കും. അത് റാങ്ക് തുടങ്ങി വിളിക്കുമെന്ന് പറയുന്നത് എല്ലാ ബ്രാഞ്ചസും കൂടി ഒരുമിച്ചായിരിക്കില്ല വിളിക്കുന്നത്. ചിലപ്പോൾ ആദ്യം CS ബ്രാഞ്ചായിരിക്കും വിളിക്കുന്നത്, അതിൽ ഒഴിവുള്ള സീറ്റുകൾ വിളിക്കും. അപ്പോൾ ഒഴിവുള്ള സീറ്റിൽ ആദ്യം പരിഗണിക്കുന്നത് ആ ഒരു ആദ്യത്തെ റാങ്കുകാരനെ ആയിരിക്കും. അതിൽ സ്റ്റേറ്റ് മെറിറ്റിൽ സീറ്റ് ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ, അല്ലെങ്കിൽ ഈഴവയിലാണെങ്കിൽ ഈഴവയിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഇതനുസരിച്ചിട്ട് ചെന്ന് നമുക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രാഞ്ചിനോടാണ് താല്പര്യം, ആ ഒരു ബ്രാഞ്ച് വിളിക്കുമ്പോൾ അവിടെ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി അഡ്മിഷൻ എടുക്കാം.
ഇനി അല്ലാതെ എല്ലാം കൂടി കുറേ പേര് ചോദിച്ചു കണ്ടേ ഇങ്ങനെ ബ്രാഞ്ച് ഏതാണെന്നൊക്കെ നമ്മൾ അറിയണം എങ്ങനെയെന്ന്. അപ്പോൾ എല്ലാ ബ്രാഞ്ചസും കൂടി ഒരുമിച്ചല്ല വിളിക്കുന്നത്. മിക്കവാറും സ്പോട്ട് അഡ്മിഷനിലെ എല്ലാ ബ്രാഞ്ചുകാരെയും ഒരുമിച്ച് തന്നെയാണ് ഇരുത്തുന്നത്. സ്പോട്ട് അഡ്മിഷനിൽ ചെന്നേക്കുന്നവർ ഇപ്പോൾ ഈ കോവിഡിൻ്റെ സിറ്റുവേഷൻ ആയതുകൊണ്ട് മേ ബി ചിലപ്പോൾ 2 ഇതിലേക്ക് ഹോളിലേക്ക് പകർത്തിയിരുത്താൻ സാധ്യതയുണ്ട്, അടുത്തെടുത്തിരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട്. അല്ലാതെ ഒരു ബ്രാഞ്ചിൻ്റെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് കുറച്ച് പേർക്കെന്ന് എനിക്ക് തോന്നി. ഒരു ബ്രാഞ്ചിൻ്റെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ വേറൊരു ബ്രാഞ്ചിൻ്റെ ഒരു സ്ഥലത്ത് അങ്ങനെയല്ല ഇതുവരെ സ്പോട്ട് അഡ്മിഷൻ നടത്തി പോന്നേക്കുന്നത്. എല്ലാ ബ്രാഞ്ചസിലും ഒരുമിച്ചാണ് നടത്തുക. അപ്പോൾ ആദ്യം വിളിക്കുന്നത് മേ ബി കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഈസി ആയിരിക്കും. അപ്പോൾ അത് വിളിക്കുമ്പോൾ നമ്മുടെ റാങ്ക് വിളിക്കുമ്പോൾ ആ ഒരു അതിൽ എത്രയാണോ നമുക്ക് താല്പര്യമുള്ളത് അത് പോയി നമ്മൾക്ക് ആ ഒരു ബ്രാഞ്ച് എടുക്കാം. പിന്നെ കുറേ പേര് ബ്രാഞ്ച് അതിനുശേഷം ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ആ കോളേജിൽ സീറ്റ് വേക്കൻസി വരുവാണെങ്കിൽ ഇനിയും സ്പോട്ട് അഡ്മിഷൻ നടത്തും. സീറ്റ് വേക്കൻസി വരുവാണെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ ആ ഒരു സ്പോട്ട് അഡ്മിഷനിൽ നമുക്ക് പിന്നീട് വീണ്ടും സ്പോട്ടിൽ പങ്കെടുക്കാം. നമുക്കപ്പോൾ ആ സീറ്റ് വേക്കൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്രാഞ്ചിലേക്ക് മാറുന്നതിന് പ്രശ്നമില്ല. പക്ഷേ അപ്പോഴും സീറ്റ് വേക്കൻസി വേണം. പിന്നെ നിങ്ങൾ ആ ചേരുന്ന സമയത്ത് മിക്കവാറും ചില കോളേജസിലൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇതിൽ കൺഫേം ആണോ എന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ബ്രാഞ്ച് മാറാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ചേരുമ്പോൾ സാറിനോടൊന്ന് പറയാം, എനിക്കിങ്ങനെ ബ്രാഞ്ച് മാറാൻ താല്പര്യം ഉണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ കോളേജ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഇപ്പോൾ സ്പോട്ട് അഡ്മിഷൻ കഴിഞ്ഞാലും സീറ്റ് വേക്കൻസിയൊക്കെ വന്നാൽ കോളേജിൽ തന്നെ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ബ്രാഞ്ച് മാറണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ആ ഒരു കോളേജിൽ ചേർന്ന ശേഷം ഓരോ കോളേജിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റില്ല. അപ്പോൾ ബ്രാഞ്ച് ചേഞ്ച് ആവാൻ സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പ് വരുന്നില്ല. പക്ഷേ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ബ്രാഞ്ച് ചേഞ്ചസും സാധിക്കാറുണ്ട്. അല്ലാതെ ഇൻ്റർ കോളേജ് ട്രാൻസ്ഫർ ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാമെന്നല്ലാതെ ഇപ്പോൾ നെക്സ്റ്റ് ഒരു സ്പോട്ട് അഡ്മിഷൻ ഇനി സീറ്റ് വേക്കൻസി വരുമ്പോൾ നമുക്കിപ്പോൾ ഇന്നിപ്പോൾ തൃശ്ശൂർ എടുത്ത ആൾക്ക് TKMൽ നെക്സ്റ്റ് സ്പോട്ടിൽ വരുമ്പോൾ അവിടെ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, അങ്ങനെ കോളേജ് ട്രാൻസ്ഫർ പറ്റും. അല്ലാതെ ഈ ഒരു വർഷം കോളേജ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് കോളേജിൽ തന്നെ വേണമെങ്കിൽ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ ബ്രാഞ്ച് ട്രാൻസ്ഫർ ചെയ്യാൻ ചില കോളേജസ് അങ്ങനെ അധികാരം അങ്ങനെ കൊടുക്കാറുണ്ട്, ബ്രാഞ്ച് താല്പര്യമുള്ളവർക്ക് കൊടുക്കാറുണ്ട് സീറ്റ് വേക്കൻസി വരുമ്പോൾ. അല്ലാതെ ഇനി ഈ വർഷം സ്പോട്ടിലല്ലാതെ കോളേജ് ട്രാൻസ്ഫർ പറ്റില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ചോദിക്കുക എപ്പോഴെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഇയറിലെ കോളേജ് ട്രാൻസ്ഫർ നമ്മുടെ അവിടുത്തെ സീറ്റ് വേക്കൻസി ഒക്കെ പബ്ലിഷ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാകും. ഞാൻ ഒരു വീഡിയോ ഇപ്പോൾ KTU പറഞ്ഞ ആ ഒരു സമയത്ത് ഇൻ്റർ കോളേജ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു 2 മാസം മുമ്പായിരുന്നു അത്. അപ്പോൾ ആ സെക്കൻഡ് ഇയർ ആകുമ്പോൾ, അതായത് 3rd സെം ആകുമ്പോൾ അങ്ങനെ ഇൻ്റർ കോളേജ് ട്രാൻസ്ഫർ സാധിക്കാറുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊന്നും അങ്ങനെ ഒരു ഇൻ്റർ കോളേജ് ട്രാൻസ്ഫർ സാധിക്കാറില്ല. സ്പോട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, ഇനി സെക്കൻഡ് സ്പോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് നേടാമെന്നല്ലാതെ ഇൻ്റർ കോളേജ് ട്രാൻസ്ഫർ പിന്നെ സാധിക്കുന്നത് നിങ്ങളുടെ സെക്കൻഡ് ഇയർ, അതായത് 3rd സെമ്മിലാണ്. അപ്പോഴും നോക്കുന്നത് കീമിൻ്റെ റാങ്കാണ്. എഞ്ചിനീയറിങ്ങിൻ്റെ കേസിൽ നോക്കുന്നത് ആർക്കിടെക്ചറിന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും നിങ്ങൾ S1 S2 പാസ്സായിട്ടുണ്ടാവണം. S3 കോളേജ് ട്രാൻസ്ഫർ കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ സാർ റെക്കമെൻഡ് ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾ ഫോം കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എല്ലാ അലോട്ട്മെൻറ്റ് തീർന്നതിന് ശേഷം എത്ര സ്പോട്ട് ഉണ്ടോ ആ സ്പോട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കോളേജ് ട്രാൻസ്ഫറിൻ്റെ കാര്യമാണ് നിങ്ങൾ ചോദിക്കണമെങ്കിൽ ഈ ഒരു വർഷം പിന്നെ കോളേജ് ട്രാൻസ്ഫർ പറ്റില്ല. സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കോളേജിൽ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു സമയത്ത് ഇതുപോലെ KTUയുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾക്ക് ഇതൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ടെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും, ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മാറാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോഴും ബ്രാഞ്ച് ചേഞ്ച് കൺഫേം അല്ലാതെ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേക അനുമതിയൊക്കെ വേണം എന്നുള്ളൊരിതാണ്. പക്ഷേ കോളേജ് ട്രാൻസ്ഫറിന് വലിയ പ്രശ്നമില്ല. സീറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന കോളേജിലുണ്ടെങ്കിൽ ആ ഒരു കോളേജ് നമുക്ക് ട്രാൻസ്ഫർ ആയിട്ട് കിട്ടും കേട്ടോ. ബ്രാഞ്ച് ചേഞ്ചിൻ്റെ കാര്യം നമുക്ക് ഈ ഒരു 3rd ഇതിൽ അത്ര കൺഫേം അല്ല കേട്ടോ. ബ്രാഞ്ച് ചേഞ്ച് സാധിക്കില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ. പിന്നെ ചിലവർ ചോദിച്ചു കണ്ടു, നമുക്ക് ഹാജരാകാൻ സാധിച്ചില്ല എങ്കിൽ അതിന് പകരം വേറൊരാളെ ഹാജരാക്കാൻ പറ്റുമെന്ന്. നമുക്ക് എന്തെങ്കിലും ജെന്യുവനായിട്ടുള്ള റീസണാണ് നമുക്ക് ഹാജരാവാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന് പകരം മറ്റൊരാളെ ഹാജരാക്കാൻ പറ്റും. നമ്മൾ CTയുടെ ആ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പറ്റും എന്നുള്ളത്. അതിൽ നമുക്ക് ആ CTയുടെ വെബ്സൈറ്റിൽ തന്നെ അതിൻ്റെ ആ ഒരു ഫോം കിടക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അത് തപ്പിപ്പോകാൻ പാടാണെങ്കിൽ പ്രോസ്പെക്ടസിൽ അനക്സിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഓതറൈസേഷൻ ലെറ്റർ കിടക്കുന്നുണ്ട്. അത് പ്രോസ്പെക്ടസിൽ 109ാമത്തെ പേജിൽ കിടക്കുന്നുണ്ട് ആ ഒരു ഓതറൈസേഷൻ ലെറ്റർ. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം ഫില്ല് ചെയ്ത് അതിൽ പറയുന്ന ഫോട്ടോ ഒക്കെ ഒട്ടിച്ചതിന് ശേഷം ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യണം. അതായത് സീലും സൈനൊക്കെ വപ്പിച്ചാൽ മാത്രമാണ് അത് വാല്യൂ ഉണ്ടാവുള്ളൂ.
അപ്പോൾ നമുക്ക് നമ്മളുടെ പകരം ഒരാളെ അവിടെ ഈ ഒരു വെരിഫിക്കേഷൻ ലെറ്ററും അതുപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പറഞ്ഞു വിടാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് സ്കാൻ ചെയ്ത് മെയിൽ ചെയ്തൊക്കെ അയച്ചു കൊടുക്കാനൊക്കെ പറ്റുമല്ലോ ദൂരെയുള്ള ഒരാൾക്കാണെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഹാജരാവാൻ പറ്റുന്നില്ല, ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരാളാണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കാരണവശാൽ തിരുവനന്തപുരത്തേക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ എനിക്ക് അവിടെ അയച്ചു കൊടുക്കാമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾക്ക് അറിയാമായിരിക്കും ആ ഒരു പോസിബിലിറ്റീസൊക്കെ അല്ലേ. സ്കാൻ ചെയ്ത് മെയിൽ ചെയ്ത് അയച്ചാൽ അവിടെ നിന്ന് അത് എടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ടെക്നോളജിയും യൂസ് ചെയ്ത് നിങ്ങൾക്കത് ഉപയോഗിക്കാം കേട്ടോ. ഗസ്റ്റഡ് ഓഫീസറുടെ ലെറ്റർ, ആ ഒരു ലെറ്റർ വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അല്ലാതെ വെറുതെ നിങ്ങളെ സമ്മതിക്കില്ല, ജെനുവിൻ ആയിരിക്കണം, റീസൺ ജെനുവിൻ ആയിരിക്കണം. അതുപോലെ തന്നെ ഗസ്റ്റഡ് ഓഫീസറുടെ ഈ ഒരു സാക്ഷ്യപത്രവും വേണം. അപ്പോൾ അതിൻ്റെ ഫോം നിങ്ങൾക്ക് പ്രോസ്പെക്ടസിൽ 109 കിടക്കുന്നുണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇനി കുറേ പേര് പറഞ്ഞ് അതാ പറഞ്ഞത് റാങ്ക് അനുസരിച്ചിട്ട് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് അറിയാൻ പറ്റില്ല, എന്താ പറയുക, അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പോവാതിരിക്കേണ്ട, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കാമെന്നല്ലേ പറയാം. നിങ്ങൾ കേട്ടിട്ടില്ലേ KFCയിലെ ആ ഒരു വിക്ടറി സ്റ്റോറി നിങ്ങൾ കണ്ടിട്ടില്ലേ? അദ്ദേഹം എത്രാമത്തെ വയസ്സിലാണ് KFC തുടങ്ങിയെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത്രയും നാൾ അദ്ദേഹം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതുമായിട്ട് വലിയ ഇതല്ല ഞാൻ പറയുവാണ്, നിങ്ങൾ ജീവിതത്തിലാണെങ്കിലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് തോക്കരുത്, ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനതിന് ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ അല്ലേ. KFC ചിക്കനൊക്കെ നമ്മൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സക്സസ് സ്റ്റോറി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ, എത്രാമത്തെ വയസ്സിലാണ് അദ്ദേഹം സക്സസ് ആയെന്നുള്ളത്. ഓക്കെ, ഇനി എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആണെന്ന് നമ്മൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടി പറയാം. എന്നാലും അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടെ, നമ്മൾ ഈ ഒരു 3 എയ്ഡഡ് കോളേജുകളിലും 9 ഗവൺമെൻറ് കോളേജുകളിലും അഡ്മിഷൻ എടുത്തവർക്ക് നമ്മൾ പറയുന്ന സർട്ടിഫിക്കറ്റുകളുടെ കൂടെ തന്നെ അവർക്ക് ആ ഒരു അഡ്മിഷൻ സ്ലിപ്പ്, നിങ്ങൾ ഏത് ഗവൺമെൻറ് കോളേജിലാണോ അഡ്മിഷൻ സ്ലിപ്പ്, ആ ഒരു അഡ്മിഷൻ സ്ലിപ്പും അതുപോലെ തന്നെ ചില കോളേജസ് അലോട്ട്മെൻറ്റ് മെമ്മോ ചോദിക്കുന്നുണ്ട്. അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതെന്താണെന്ന് ചോദിക്കുന്ന കൺഫ്യൂഷൻ ആവണ്ട. അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ഒരു അലോട്ട്മെൻറ്റ് എടുത്തേക്കുന്ന ആളായിരിക്കുമല്ലോ. ആ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ ആ അഡ്മിഷൻ എടുക്കാൻ ചെന്ന കോളേജിൽ ഹാജരാക്കിയില്ലേ, ഇന്ന കോളേജിൽ നിങ്ങൾക്ക് അലോട്ടഡ് കിട്ടിയേക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ ആ ഒരു പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്തല്ലോ. ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗവൺമെൻറ് കോളേജുകളിൽ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിൽ അഡ്മിഷൻ എടുത്തവർക്ക് ആ ഒരു അഡ്മിഷൻ സ്ലിപ്പ് നമ്മൾ അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോൾ അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്ന് ഒരു അഡ്മിഷൻ സ്ലിപ്പ് തരും. അവിടെ നിങ്ങളുടെ ആ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ആ ഒരു അഡ്മിഷൻ സ്ലിപ്പ് തരും. അല്ലെങ്കിൽ ഒരു ഐ ഡി കാർഡ് ഉണ്ടായിട്ടുണ്ടാവും. ആ ഒരു ഇത് മതി നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളാണെങ്കിൽ NOCക്ക് പകരം അത് മതി. പിന്നെ ബാക്കി സർട്ടിഫിക്കറ്റുകൾ അതെന്താണെന്നുള്ളത് നമ്മൾ പറയാം കേട്ടോ. ഇനി ചില കോളേജിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഇപ്പോൾ NOC, ഇപ്പോൾ എനിക്ക് തോന്നുന്നു MA കോളേജാണോ TKM ആണോ, അവരുടെ NOC ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ള മറ്റുള്ള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രീവിയസ് ഇയറിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ഇയറിൽ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് കോളേജുകൾക്ക് NOC വേണം എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായല്ലോ നേരത്തെ ഒരു വീഡിയോയിൽ അവരുടെ കോളേജിൽ തന്നെ ആ NOC വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും എന്നുള്ളത്. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് കോളേജിൽ എയ്ഡഡ് കോളേജിൽ അഡ്മിഷൻ എടുത്തവർക്ക് NOC വേണ്ട, അവരുടെ അഡ്മിഷൻ സ്ലിപ്പ് മതി എന്നുള്ളതാണ് നിലവിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി അഡ്മിഷൻ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കോളേജിൽ അഡ്മിഷൻ എടുത്തവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു സ്ലിപ്പ്, അത്രേ ഉള്ളൂ. ഇനി ഗവൺമെൻറ് അതുപോലെ തന്നെ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും അഡ്മിഷൻ എടുത്തവർക്ക് CET ഒഴിച്ച് ബാക്കി എല്ലാ കോളേജുകാരും NOC ആവശ്യപ്പെടുന്നുണ്ട്. CET ഒഴിച്ച് എന്ന് പറയുന്നത് CETയിൽ IHRDയിലും KEPൻ്റെ അണ്ടറിലും അഡ്മിഷൻ എടുത്ത ആളുകൾക്ക് NOC വേണ്ട എന്നുള്ളത് CET മാത്രമാണ് ഞാൻ സൈറ്റ് നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ വേറെ ഏതെങ്കിലും സൈറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉപകാരമാവുമല്ലോ. അപ്പോൾ ആ ഒരു കാര്യം ബാക്കിയുള്ള കോളേജസൊക്കെ എല്ലാവരുടെ അടുത്തും ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളുടെ മാത്രമാണ് NOC വേണ്ടതെന്ന് പറയുന്നത്. CET മാത്രം IHRDയുടെയും KEPൻ്റെ അണ്ടറിൽ വരുന്ന കോളേജുകളുടെ. സാധാരണ അങ്ങനത്തെ IHRD കോളേജുകളൊന്നും തന്നെ NOC കൊടുക്കാനായിട്ടൊരു വിമുഖത കാണിക്കാറില്ല. അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചെന്ന് നോക്കുക, അപ്പോൾ അറിയാം കേട്ടോ, അവിടെ NOC കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഓക്കെ, ചിലപ്പോൾ അതുപോലെ തന്നെയാണ് ചില കോളേജസിൽ NOCയുടെ ഫോം പറയുന്നുണ്ട്. NOC ഫോം അവർ കൊടുത്തിട്ടുണ്ട്. ആ ഫോമിൽ നിങ്ങൾ NOC വാങ്ങണം എന്ന് പറയുന്നുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് NOC അതിൽ തന്നെ ആക്കണം എന്ന് ചിലവർ റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ട്. സാധാരണ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു NOC നമ്മൾ കോളേജിൽ നിന്ന് വാങ്ങുന്നത് മതിയാവുന്നതാണ്. പക്ഷേ ആ ഒരു കോളേജസ് അങ്ങനെ പറയുന്ന രീതിക്ക് അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ.
ഇനി അപ്പോൾ ചിലവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം നമ്മൾ ഒന്നിലധികം കോളേജസിൽ സ്പോർട്ടിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ അപ്പോൾ എനിക്ക് ഓരോ കോളേജസും പറയുന്ന NOC വേണോ എന്നുള്ളത്. വേണ്ട, നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിൽ നിന്ന് ആ NOCയുടെ ഫോം ഡൗൺലോഡ് ചെയ്ത് അതിൽ NOC വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു NOC വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് കോളേജിൽ വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിന് പ്രശ്നമില്ല കേട്ടോ. ഇപ്പോൾ ഇന്ന കോളേജിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ആ NOCയുടെ ഫോം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഒരു സ്പെസിഫൈ കോളേജിലേക്ക് എന്ന് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു NOC ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എത്ര വേള കോളേജിൽ ഇപ്പോൾ 29-ാം തീയതി ഉള്ള കോളേജിൽ പോയിട്ട് ശേഷം അന്ന് ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ 30-ാം തീയതി നിങ്ങൾ വേറൊരു കോളേജിൽ, അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടിയവരാണെങ്കിലും 30-ാം തീയതി വേറൊരു കോളേജിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ അഡ്മിഷൻ കിട്ടിയവരാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇവിടെ നിന്ന് NOC വേണ്ടി വരും അവിടെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ അഡ്മിഷൻ സ്ലിപ്പ് ആയാലും മതിയാവും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾ ആ ഫോം ഡൗൺലോഡ് ചെയ്ത് NOC വാങ്ങിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് 29-ാം തീയതിയിലും 30-ാം തീയതിയിലും ആ ഒരു സ്പോട്ടിൽ ആ ഒരു NOC ഉപയോഗിച്ചിട്ട് ഏത് കോളേജിൽ വേണമെങ്കിലും പങ്കെടുക്കാം കേട്ടോ. അതിനൊരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. കാരണം നിങ്ങൾക്ക് ആ NOCയുടെ ഫോം ഡൗൺലോഡ് ചെയ്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ സ്പെസിഫൈ ചെയ്ത് ഇന്ന കോളേജിലേക്ക് എന്ന് പറയുന്നില്ല കേട്ടോ. അത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി നിങ്ങൾ ആ ഒരു കോളേജുകാർ ആ ഒരു ഫോം ഡൗൺലോഡ് ചെയ്ത് ഇട്ടേക്കുന്നതായിരിക്കും. മിക്കവാറും ഇപ്പോൾ നമ്മൾ ആ ഒരു ഫോം അല്ലെങ്കിൽ പോലും ചിലപ്പോൾ കോളേജസിൽ നിന്ന് തന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും. അതിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഫോമിൽ വേണം എന്ന് പറയുന്നവരുടെ അടുത്ത് ഇനി അങ്ങനെ അല്ല എന്നുള്ള കാരണം കൊണ്ട് അത് റിജക്റ്റ് ആയി പോവണ്ട. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഫോം കൊടുത്തേക്കുന്നവരുടെ അടുത്ത് നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. പക്ഷേ എല്ലാ കോളേജസിൻ്റെയും അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിൽ NOC വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ പങ്കെടുക്കുക കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ക്ലിയർ ആയല്ലോ അല്ലേ? ഒരുപാട് NOC ഒന്നും വേണ്ടാന്നാണ് പറഞ്ഞത്. ഒരു NOC മതി കേട്ടോ. ഒരു NOC വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര കോളേജിൽ വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് അത്ര വലിയ വിഷയമൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഓർത്തിട്ടാണ് കുറേ പേർക്ക് സങ്കടം കേട്ടോ. എനിക്ക് നിങ്ങളുടെ ടെൻഷൻസൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിലൊന്നും നിങ്ങൾ ടെൻഷൻ വിചാരിക്കേണ്ട കേട്ടോ. കാരണം സ്പോർട്ട് എന്ന് പറയുമ്പോൾ കുറേ പേർക്ക് ഭയങ്കര ടെൻഷനുണ്ട്. അതൊന്നും ആവശ്യമില്ല കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജുകളിൽ സെർമാരെ പറ്റിയിട്ട് അറിയാത്തതുകൊണ്ടാണ്. അവർ മാക്സിമം നല്ല രീതിയിൽ, നമ്മളിപ്പോൾ കണ്ടുപിടുത്തോളം അങ്ങനെയാണ്, നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണ്, നല്ല രീതിയിൽ നമ്മളടുത്ത് സഹകരിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ അതിലൊന്നും പേടിക്കണ്ട. പിന്നെ ഈ ഗവൺമെൻറ് കുറേ റൂൾസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ വേണം എന്നുള്ളത്. അപ്പോൾ അതിൽ അവർ മസ്റ്റായിട്ട് നിൽക്കും. അതിൽ എന്ന് വെച്ചാൽ പുറകെ ഒരാൾ നിൽക്കുവാണ്, ആ ആളുടെ ചാൻസ് അവർ കളയില്ല. അത് റൂളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അങ്ങനെയെന്നുള്ള കാര്യം പറയുന്നത്. അത് കൂടുതലും ഈ ഒരു റഷുള്ള കോളേജ് കൂടുതൽ എന്താ പറയുക, അഡ്മിഷൻ എടുക്കാൻ കുറേ പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവുമല്ലോ ചില കോളേജസിൽ. അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ. ഇത്തിരി കൂടി ഒരു ഇതിലേക്ക് വരുമ്പോൾ കോളേജസ് അത്രയും റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കാറില്ല കേട്ടോ. എന്നാലും നിങ്ങൾ ഒന്ന് കെയർഫുൾ ആയിരിക്കുക. സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടെല്ലാം തന്നെ കേട്ടോ. NOC ഇല്ലാതെ നിങ്ങൾ എവിടെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളത് വിചാരിക്കുന്നത്. ഗവൺമെൻറ്റിൽ എയ്ഡഡിലാണെങ്കിലും NOC ഇല്ലാതെ ആ ഒരു എന്തായാലും സ്പോർട്ടിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. പക്ഷേ ഗവൺമെൻറ് കൺട്രോളിൽ ചില കോളേജസൊന്നും NOC ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കോളേജിൽ ഇത് വരുമ്പോൾ നിലവിൽ ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കോളേജസ് വരുമ്പോൾ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല. അവർ പറയുന്ന ആ തീയതിക്കുള്ളിൽ നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഗവൺമെൻറ് കോളേജിലാണെങ്കിലും 30-ാം തീയതിയാണ് പറയുന്നത്. അവർ 29-ാം തീയതി അഡ്മിഷൻ നടന്നവർ 30-ാം തീയതിക്കുള്ളിൽ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ 30-ാം തീയതി നടക്കുന്നവർ എന്നാ ഡേറ്റ് പറയുന്നതെന്നുള്ളത് ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അറിയുള്ളൂ. അപ്പോൾ ഫീസ് അന്ന് തന്നെ അടക്കണം. ഫീസിൻ്റെ കാര്യത്തിൽ ചില കോളേജസ് കാര്യങ്ങൾ വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എത്രയാണ് ഫീസ് കാര്യങ്ങളെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫീസ് അടക്കാൻ കരുതി തന്നെ ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞു നേരത്തെ വീഡിയോയിൽ, ചിലപ്പോൾ നിങ്ങൾ നേരത്തെ അഡ്മിഷൻ എടുത്ത കോളേജിൽ ഫീസ് അടച്ചിട്ടുണ്ടാവും, പക്ഷേ അത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യില്ല. നിങ്ങൾ വീണ്ടും ഇവിടെ ഫീസ്, ട്യൂഷൻ ഫീസ് ഉൾപ്പെടെ അടക്കേണ്ട വരും. അപ്പോൾ അത് നിങ്ങൾ കയ്യിൽ കരുതുക. ഫീസ് ഇല്ലെങ്കിലും നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ അടുത്ത ആൾ നിൽക്കുന്ന ഫീസുള്ള ആൾക്ക് ആ ഒരു അങ്ങോട്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ഫീസെല്ലാം കയ്യിൽ കരുതുക കേട്ടോ. ഇനി സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഓടിച്ച് പറയാം കേട്ടോ. നിങ്ങളുടെ അഡ്മിഷൻ സ്ലിപ്പാണ്, അഡ്മിഷൻ എടുത്തവരുടെ അഡ്മിഷൻ സ്ലിപ്പ്. അത് എയ്ഡഡ് കോളേജുകളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജുകളിൽ, എയ്ഡഡ് കോളേജുകളിലും ഗവൺമെൻറ് കോളേജുകളിൽ അഡ്മിഷൻ എടുത്തവർക്കാണ് അഡ്മിഷൻ സ്ലിപ്പ്. അവർക്ക് NOC വേണ്ട. മറ്റു കോളേജിൽ എടുത്തവർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുപോകണതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അഡ്മിഷൻ സ്ലിപ്പ്, ഡേറ്റ ഷീറ്റ് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിൽ നിന്നാണ് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നത്. നിങ്ങളുടെ ഡേറ്റയൊക്കെ അടങ്ങിയ ആ ഒരു ഷീറ്റാണ്. പിന്നെ അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കീമിൻ്റെ എക്സാം എഴുതിയപ്പോൾ ഉള്ള ആ ഒരു ഹോൾ ടിക്കറ്റ്, അതാണ് അഡ്മിറ്റ് കാർഡ്. അത് നിങ്ങളുടെ ID പ്രൂഫായിട്ടാണ് നിലവിൽ കരുതുന്നത്. അത് തന്നെ വേണം. ഇനിയിപ്പോൾ കുറേ പേര് അഡ്മിറ്റ് കാർഡ് ഇല്ലയെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവരില്ലാത്തവർ എന്തായാലും അത് നോക്കിയെടുക്കുക. ഇല്ലാത്തവർ ആധാർ കാർഡ് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് നിങ്ങളൊന്ന് കോളേജിൽ ചോദിച്ച് നോക്കുക കേട്ടോ. ഒരു ID പ്രൂഫ് എന്നുള്ള നിലക്കാണ് നമ്മുടെ ഈ അഡ്മിറ്റ് കാർഡ് ചോദിക്കുന്നത്. അപ്പോൾ ആധാർ കാർഡ് പറ്റുമോ എന്നുള്ള കാര്യം ഒന്ന് പരിഗണിക്കുമോ എന്നുള്ളത് ചോദിക്കാം. ഇനി
അലോട്ട്മെൻറ്റ് കിട്ടിയവർ ലേറ്റസ്റ്റ് ആയിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ കരുതണം. നിങ്ങൾക്കറിയാലോ അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വന്ന ആ ഒരു ഫേസിലുള്ള അലോട്ട്മെൻറ്റ് മെമ്മോ കേട്ടോ. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അത് ഒറിജിനൽ ഇല്ലെങ്കിൽ അതിൻ്റെ കോപ്പിയോ കരുതാം. ഇനി TC/CC, അത് അതായത് എങ്ങും ചേരാത്തവരുടെ കയ്യിൽ TC/CC ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് കരുതാം. ഇനി അങ്ങനെ ഇല്ലാത്തവർ നിങ്ങൾ NOC കരുതാം. പിന്നെ TCയുടെയും CCയുടെ ഒക്കെ കോപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കരുതാം കേട്ടോ. ഇനി +2ലും 10th സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ ഉള്ളവർ ഒറിജിനൽ എടുക്കുക, ഇല്ലാത്തവർ ഒറിജിനൽ ഉള്ളവർ ഒറിജിനലിൻ്റെ ഒപ്പം കോപ്പീസും കൂടി എടുക്കണം, ഇല്ലാത്തവർ അതിൻ്റെ കോപ്പി എടുക്കുക. പിന്നെ നിങ്ങൾ കമ്മ്യൂണിറ്റി റിസർവേഷൻ ഉണ്ടാവുന്നല്ലോ, അപ്പോൾ SC/ST OEC-കാരുടെയൊക്കെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, SC/BC-കാർക്ക് NCL സർട്ടിഫിക്കറ്റ് ആണ് ചോദിക്കുന്നത്. EWSൻ്റെ ആണെങ്കിൽ EWSൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവരുടെ ഇൻകം സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ് 2-3 ഫോട്ടോഗ്രാഫ്സ് നിങ്ങൾ കരുതണം. പിന്നെ ഈ ഒരു പാസ് സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അതൊക്കെ ആവശ്യമുള്ളവർ അതും കരുതണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ആ ഒരു NOC എന്തായാലും കയ്യിൽ കരുതാം കേട്ടോ. ബാക്കി ഈ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത സർട്ടിഫിക്കറ്റുകളൊക്കെ ഇല്ലേ, ആ ഒരു രജിസ്ട്രേഷൻ്റെ സമയത്ത് നമ്മുടെ റിസർവേഷൻ്റെ, അതൊക്കെ എന്തായാലും കയ്യിൽ കരുതണം കേട്ടോ. ടേക്ക് കെയർ. താങ്ക് യു.